So, hi guys. So, ഇന്ന് ഞാൻ സംസാരിക്കാനായിട്ട് റെസ്പെക്ട് ലാംഗ്വേജിനെ പറ്റി ഇമ്പോർട്ടൻസ് ഓഫ് ലാംഗ്വേജിനെ പറ്റിയിട്ടാണ്. സോ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് നിഹാലത്ത്. ഇപ്പോൾ കോയമ്പത്തൂരിൽ IT കമ്പനിയിൽ വർക്ക് ചെയ്യും. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ട്രിവാൻഡ്രംകാരാണ്, കേരളത്തിൽ താങ്കാരത്. പിന്നെ കോച്ചിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ട്രിവാൻഡ്രം തന്നെയായിരുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കോയമ്പത്തൂർ വന്നിട്ട് അറൗണ്ട് 3 months ആയി. സോ, എൻ്റെ മദർ ടങ് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളമാണ്. പക്ഷേ തമിഴ് എന്ന് പറയുന്ന ടൈമിൽ അതെനിക്കൊരു പുതിയ ലാംഗ്വേജ് അല്ല. ബേസിക്കലി ഞാൻ കുറേ തമിഴ് മൂവീസ് കാണുന്ന ആളാണ്. അതുപോലെ തന്നെ ഒരുപാട് തമിഴ് വീഡിയോസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പേരൻസ് ഈ തമിഴ്നാട് ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ എൻ്റെ പേരൻസ് തമിഴ്നാടാണ്. ഇപ്പം ആ ഒരു ഏരിയയിൽ നിന്നൊക്കെ ഇപ്പോൾ തമിഴ് എന്ന് പറയുന്നത് എനിക്കൊരു പുതിയ ലാംഗ്വേജാണ്. അപ്പം അതുകൊണ്ട് തന്നെ കോയമ്പത്തൂരിൽ വന്ന ടൈമിൽ തമിഴ് ലാംഗ്വേജ് സംസാരിക്കാനായിട്ടോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ടോ എനിക്ക് വലിയൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അതിനെ പറ്റിയിട്ടൊന്നും റെസ്പെക്ട് ലാംഗ്വേജിനെ പറ്റിയിട്ടാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബേസിക്കലി നമ്മൾ ഒരാളെ അഡ്രസ്സ് ചെയ്യുന്ന ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ നിങ്ങൾ നോർമലി ചെയ്യുന്നപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനെ അഡ്രസ്സ് ചെയ്യുന്ന രീതിക്കായാലും തെറ്റാണ് പേരൻസിനെ അഡ്രസ്സ് ചെയ്യും. അങ്ങനെ ആയിരിക്കത്തില്ല നിങ്ങൾ നിങ്ങളുടെ ഓഫീസിനെയോ റിലേക്സിനെയോ അഡ്രസ്സ് ചെയ്യും. അതിലെല്ലാം ഒരുപാട് ഡിഫറൻസ്. അതേ സെയിം സംഭവം തന്നെയാണ് നമ്മൾ വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ബേസിക്കലി ഞാൻ തമിഴിൽ ഒരുപാടായിട്ട് സംസാരിച്ച് തുടങ്ങി ഇപ്പോൾ കോയമ്പത്തൂർ വന്ന ശേഷമാണ്. അപ്പോൾ കൂടുതലും ഫ്രണ്ട്സുമായിട്ട് തന്നെയാണ് സംസാരിക്കുക. അപ്പോൾ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ലോക്കൽ ലാംഗ്വേജ് തന്നെയാണ് സംസാരിച്ചുകൊണ്ട്. പക്ഷേ ബേസിക്കലി പ്രോബ്ലംസ് എപ്പോഴാണ് നമ്മളോട് എൽഡേഴ്സിന് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന സമയത്താണ്. അതായത് ഓഫീസ് സ്പേസിലും അതുപോലെ നമ്മൾ കൊളീഗ്സിന് അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട്സിനെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് എനിക്കായിരിക്കത്തില്ല. അതിലേക്കല്ല നമ്മുടെ കൊളീഗ്സിന് അഡ്രസ്സ് ആയി. അവിടെ റെസ്പെക്ട് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു സംഭവം വരും. നിങ്ങളോട് എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പുതിയ സ്ഥലത്തോട്ട് പോകും, എസ്പെഷ്യലി ലാംഗ്വേജ് ഡിഫറൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ വേറെ എന്ത് പഠിച്ചില്ലെങ്കിലും അവരുടെ റെസ്പെക്ട് ലാംഗ്വേജസ് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഫേസ് ചെയ്തൊരു ഇഷ്യൂ അതായത് തമിഴിലേക്ക് ഒരു പുതിയ ലാംഗ്വേജ് ആയിരുന്നില്ലെങ്കിൽ അവിടെ റെസ്പെക്ട് ലാംഗ്വേജ് കേട്ടത് കൊണ്ട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അത് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് തിരുത്താനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു ഡിസ്ക്ലെയിമർ പോലെ പറയുന്നു. സോ ആരെങ്കിലും അവിടുത്തെ ഹോം പ്ലേസ് വിട്ട് വേറെ സ്ഥലത്തോട്ട് പോയി ജോലി ആവശ്യത്തിനായിരിക്കാം, എന്തെങ്കിലും പഠന ആവശ്യങ്ങൾക്കായിരിക്കും, അങ്ങനെ എന്തെങ്കിലും പോകാനായിട്ട് നോക്കുന്നില്ല. ഈ ഒരു കാര്യം ജസ്റ്റ് മൈൻഡിൽ വെച്ച് അത് ഏത് ലാംഗ്വേജും ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മലയാളമായി, തമിഴായി, ഏത് ലാംഗ്വേജ് റെസ്പെക്ട് ലാംഗ്വേജസ് പഠിക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ.